നമസ്കാരം. ചിത്തിര നാളിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ചൊവ്വാദശയിലാണ് ചിത്തിര നാളുകാരെല്ലാം ജനിക്കുന്നത്. തുടർന്ന് രാഹു, വ്യാഴം, ശനി, ബുധൻ ഇങ്ങനെ ദശാകാലങ്ങൾ മുമ്പോട്ട് പോകുന്നു. നാള് തുടങ്ങി എത്ര നാഴിക വിനാഴികയ്ക്ക് ജനിക്കുന്നു എന്നത് ആശ്രയിച്ച് നക്ഷത്രശിഷ്ടം ചൊവ്വാദശ എത്ര കാലമുണ്ടെന്ന് അറിയാവുന്നതാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ രാഹുദശ തുടങ്ങുന്നതും തീരുന്നതുമായ പ്രായം, മറ്റ് ദശാകാലങ്ങളുടെ ഘട്ടങ്ങൾ, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയാം. നിങ്ങൾക്ക് രാഹുദശയിൽ ദോഷങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശാരീരിക വിഷമതകൾക്ക് സാധ്യതയുണ്ട്. വീഴ്ചകളോ പരിക്കുകളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭക്ഷണത്തിൽ നിന്നും നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുക, ഏതെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണം പിടിക്കാതെ വന്നിട്ട് ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. ചിലർക്ക് കടുത്ത മനക്ലേശങ്ങൾ, അഭിപ്രായ ഭിന്നതകളിൽ നിന്നും കുടുംബത്തിനുള്ളിൽ ഉണ്ടാകുന്ന മനോവിഷമങ്ങൾ ഇത് വന്നു ചേരാം. മറ്റു ചിലർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ, ഇതാണ് വരാൻ സാധ്യത. പലതരത്തിലുള്ള വിഷമം ഈ രാഹുവിൻ്റെ ദശാകാലത്ത് ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജനന തീയതി, സമയം ഇതിനനുസരിച്ച് ഗ്രഹനില തയ്യാർ ചെയ്ത് ആ ഗ്രഹനിലയിലെ രാഹുകേതു സ്ഥിതി കൂടി പരിശോധിച്ച് വേണ്ട പരിഹാരം ചെയ്യേണ്ടതാണ്. പൊതുവായി പറഞ്ഞാൽ നാഗക്ഷേത്രത്തിൽ നൂറും പാലും വഴിപാടൊക്കെ നടത്തുന്നത് ഗുണം ചെയ്യും. ശിവന് ധാര, വെള്ളനിവേദ്യം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ഇതൊക്കെ ഗുണം ചെയ്യുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് കുടുംബപരമായിട്ട് കാവുകളോ മറ്റ് വെച്ചാരാധന സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥകളൊക്കെ ശരിയായി രാശി ചിന്തിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉചിതമായിട്ടുള്ള പ്രതിവിധി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചുവന്ന പവിഴക്കല്ല് ഏറ്റവും നല്ല രീതിയിൽ ഗുണനിലവാരമുള്ളത് വാങ്ങി വെള്ളി മോതിരത്തിലാക്കി ധരിക്കണം. പിന്നെ അതോടൊപ്പം പ്രധാനമായിട്ട് ശിവപഞ്ചാക്ഷരി യന്ത്രം വിധിപ്രകാരം പൂജ ചെയ്ത് ധരിക്കുന്നതും വളരെ ഗുണം ചെയ്യും.